ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയ SCERT പുസ്തകമാണ്. ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പം നമുക്കറിയാം, പഴയ SCERT മാറി പുതിയ SCERT ആണ്. ഇപ്പോൾ കൂടുതലും അതിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എടുക്കുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫി പാർട്ട് 1 ഒന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ PSC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇതിലുണ്ട്. അതുപോലെ ഇനി ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായിട്ട് തരംതിരിക്കാം എന്നുള്ളതാണ്. ഇന്ത്യയെ 5 ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല എന്നും, അതുപോലെ ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീര സമതലങ്ങള ദ്വീപുകൾ, ഇങ്ങനെ 5 ആയിട്ടാണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ, ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കാൻ കഴിയുക. ആദ്യം നമ്മൾ ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? പാമീർ പർവ്വതക്കെട്ടാണ്. നമുക്ക് അറിയാം, PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? പാമീർ പർവ്വതക്കെട്ടാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകളിൽ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല. അപ്പം ഉത്തരപർവ്വത മേഖലയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പാമീർ പർവ്വതക്കെട്ട് അവിടെ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന, കിഴക്ക് പൂർവാഞ്ചൽ എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശിൻ്റെയൊക്കെ ആ ഭാഗം വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല. അപ്പം ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? വടക്ക് കിഴക്കായിട്ടാണ്. അപ്പം വടക്ക് കിഴക്കൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരെന്താണ്? ഉത്തരപർവ്വത മേഖലയാണ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഇവ. അപ്പം ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ട് രൂപപ്പെട്ട പർവ്വതങ്ങളാണ്, മടക്കു പർവ്വതങ്ങളാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ നീളമാണ് പറഞ്ഞത് 2400 കിലോമീറ്റർ ആണ്. 2400 കിലോമീറ്റർ ആണ് ഉത്തരപർവ്വത മേഖല. ഇതിൻ്റെ വീതി പറഞ്ഞിരിക്കുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വീതിയാണ്. അപ്പം മാക്സിമം 400 കിലോമീറ്റർ, മിനിമം 150 കിലോമീറ്റർ വീതിയാണ് ഉത്തരപർവ്വത മേഖലയ്ക്കുള്ളത്. ഉയരമേറിയ കൊടുമുടികൾ, ഹിമാനികൾ, താഴ്വരകൾ ഒക്കെ ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയാണ്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പം പർവ്വതങ്ങളാൽ നിറഞ്ഞതാണ് ഉത്തരപർവ്വത മേഖല. പർവ്വതങ്ങൾ മാത്രമല്ല, എന്താണ്? ഹിമാനികൾ, താഴ്വരകൾ ഒക്കെ നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ്. അപ്പം ഈ ഒരു ഭൂപ്രദേശത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഓരോന്നിനെ പറ്റി, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, അതിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. അതിനു മുന്നേ മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്താണ് എന്ന് നോക്കാം. നമുക്കറിയാം, ഭൂവൽക്കത്തിലെ ശിലാപാളികളുണ്ട്. അപ്പോൾ ഈ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങും. അങ്ങനെ മടങ്ങിയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പം മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയാണ് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഫോൾഡ് മൗണ്ടെയ്ൻസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഹിമാലയം, ആൽപ്സ്, ഇതൊക്കെ എന്താണ്? ഫോൾഡ് മൗണ്ടെയ്ൻസിന് എക്സാമ്പിളാണ്. അപ്പം ഏറ്റവും പ്രായം കുറവുള്ള പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം ഹിമാലയം എന്താണ്?
ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖലയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ട്രാൻസ് ഹിമാലയം കാണിച്ചിട്ടുണ്ട്, ഹിമാലയം കാണിച്ചിട്ടുണ്ട്, കിഴക്കൻ കുന്നുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ നമുക്ക് കാണാം കാരക്കോരം, ലഡാക്ക് നിരകളൊക്കെ ഉണ്ട്. പിന്നെ ഹിമാലയത്തിലാണെങ്കിൽ ഹിമാലയം 3ആയിട്ടാണ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, ഇതൊക്കെ കാണാം. പിന്നെന്താണ്, കിഴക്കൻ കുന്നുകളാണ്. കിഴക്കൻ കുന്നുകൾ മേഘാലയയിലും നാഗാലാൻഡിലും ഒക്കെയാണ് കാണുന്നത്, മിസോറാമിലുണ്ട്. അപ്പം ഗാരോ, ജേന്തിയ, ഖാസി കുന്നുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നാഗാ കുന്നുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ചിത്രം നോക്കുക, നോക്കിയിട്ട് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ ഹിമാലയത്തിൽ എന്തൊക്കെയാണ്, കിഴക്കൻ കുന്നുകളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഫില്ല് ചെയ്യാനാണ്. അപ്പം നമ്മൾ ഉത്തരപർവ്വത മേഖലയാണ് പറയുന്നത്. അതിൽ ട്രാൻസ് ഹിമാലയം പറഞ്ഞു. ഇനി അടുത്തത് ഹിമാലയത്തെ പറ്റിയാണ് പറയുന്നത്. ഹിമാലയം 3ആയിട്ട് തിരിക്കാം: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായിട്ടുള്ള ശിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പം ആദ്യം പറയുന്നത് ശിവാലിക്കിൻ്റെ കാര്യമാണ്. ശിവാലിക്ക് തെക്കായിട്ടാണ്, ഉത്തരപർവ്വത മേഖലയിൽ തെക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇതിന് 60 മുതൽ 150 കിലോമീറ്റർ ആണ് വീതി എന്ന് പറയുന്നത്. ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നു. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതുകൊണ്ട് ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട്. ശിവാലിക്കിൻ്റെ മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയം. ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ ശിവാലിക്കിനെയാണ്. ശിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്ററാണ് ഹിമാചലിൻ്റെ ഉയരം. ലെസർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. അപ്പം ഹിമാചലിൻ്റെ മറ്റൊരു പേര് ലെസർ ഹിമാലയം എന്നാണ്. ശിവാലിക്കിൻ്റെ മറ്റൊരു പേര് ഔട്ടർ ഹിമാലയം, ഹിമാചലിൻ്റെ മറ്റൊരു പേര് ലെസർ ഹിമാലയം എന്നാണ്. ഈ ഒരു നിരയ്ക്ക് 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 മുതൽ 80 കിലോമീറ്ററാണ് ഹിമാചലിൻ്റെ വീതി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രിയെ പറ്റിയാണ്. ഹിമാദ്രി എന്ന് പറയുന്നത് എന്താണ്? ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി. അപ്പോൾ നമ്മൾ ഹിമാദ്രിയെ പറ്റിയാണ് പറയുന്നത്. ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവ. അപ്പോൾ ഹിമാദ്രിയിൽ മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ്. അതുപോലെ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. അപ്പം നമ്മൾ ഹിമാലയത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹിമാലയത്തെ 3ആയിട്ട് തരംതിരിച്ചു: ശിവാലിക്, ഹിമാചൽ, ഹിമാദ്രി. അത് 3 നമ്മൾ പഠിച്ചു. ഇനി ഹിമാലയത്തിൻ്റെ പിറവിയാണ് പഠിക്കാനുള്ളത്. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നായിട്ടുള്ള ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെന്താണ് എന്ന് നമുക്ക് നോക്കണം. അതിനു മുന്നേ ശിലാമണ്ഡല ഫലകങ്ങൾ അതെന്താണ് എന്നറിയണം. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മണ്ഡലത്തെ പറ്റി ശിലാമണ്ഡലം എന്താണ് എന്നുള്ളത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. പഴയ പുസ്തകത്തിനകത്തിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഭൂവൽക്കവും മാന്റിലിൻ്റെ മുകൾ ഭാഗവും കൂടെ ചേർന്ന് വരുന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ് ഏകദേശം. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ അല്ലെങ്കിൽ വൻകരയും കടൽത്തറയും കൂടി ഉൾക്കൊള്ളുന്നതോ ആകാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഹിമാലയത്തിൻ്റെ പിറവിയാണ് പറയാൻ വന്നത്. അപ്പം എന്താണ്? ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു.
അതെന്താണ്? ഭൗമശിലാപാളികളുടെ ചലനം. നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താണ് പഠിച്ചു. ഇതിൻ്റെ ചലനം ആണ് ഇതിന് കാരണം. ഇത് എന്താണ്? ഹിമാലയം വളരാനുള്ള കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ PSC ചോദിച്ചു. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലകചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണ് ഉള്ളത്. അപ്പം ഇനി നമ്മൾ ഫലക അതിരുകളെ പറ്റിയാണ് പഠിക്കുന്നത്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇതൊക്കെ എന്താണ് എന്നാണ് പഠിക്കുന്നത്. ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംയോജക സീമ അല്ലെങ്കിൽ കൺവേർജൻ്റ് മാർജിൻ, വിയോജക സീമ അല്ലെങ്കിൽ ഡൈവേർജൻ്റ് മാർജിൻ, ഛേദക സീമ അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജിൻ. ഇതിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സംയോജക സീമ എന്ന് പറയുന്നത് എന്താണ്? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ്. അടുത്ത് വന്നേക്കുന്നത് അങ്ങനെ അടുത്ത് വരുന്ന അതിരുകളാണ് സംയോജക സീമ. ഇനി വിയോജക സീമ എന്താണ്? അകന്നു പോവുകയാണ്. കണ്ട ആരോ കൊടുത്തിരിക്കുന്നത് അകന്നു പോവുകയാണ്. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ്. ഇനി ഛേദക സീമ എന്താണ്? ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ്. അപ്പോൾ ഇതിൽ മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഏതായിരിക്കും? കൺവേർജൻ്റ് മാർജിൻ അല്ലെങ്കിൽ സംയോജക സീമയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹിമാലയ പർവ്വത രൂപീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചിത്രമാണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നു. അതിനെന്താണ്? ഫോൾഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വലനത്തിനെ. അപ്പം ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളെ എന്താണ്? മടക്ക് പർവ്വതങ്ങൾ, ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു ഹിമാലയം, അതുപോലെ ആൽപ്സ്. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യ അതുപോലെ ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം. അപ്പം ഇന്ത്യൻ ഫലകം എന്നാൽ ഇന്ത്യയും ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും കൂടി ഉൾപ്പെടുന്നതായിരുന്നു. ഇത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിന് അടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതിസ് അവിടെ കാണിച്ചിട്ടുണ്ട്. തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. നമുക്ക് ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവും. ഇന്ത്യൻ ഫലകമുണ്ട്, യൂറേഷ്യൻ ഫലകമുണ്ട്, അതിന് നടുക്കായിട്ട് തെതിസ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഗിരികന്ധരങ്ങൾ എന്താണ് എന്നാണ്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹിമാലയ നിരയ്ക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആഴമേറിയതും ചെകുത്തായ വശങ്ങളോട് കൂടിയതുമായിട്ടുള്ള താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നടുക്ക് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് കുറുകെ കാണിച്ചിട്ടുണ്ട്. അതാണ് ഗിരികന്ധരം എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഇറോഷനിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഗിരികന്ധരമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം എന്നും മധ്യ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം എന്നും ഹിമാലയത്തെ വേർതിരിക്കുന്നുണ്ട്. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ ട്രാൻസ് ഹിമാലയം കാണിച്ചിട്ടുണ്ട്, ഹിമാലയം കാണിച്ചിട്ടുണ്ട്, കിഴക്കൻ കുന്നുകൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളറിൽ ഇരിക്കുന്നതാണ് മധ്യ ഹിമാലയം. അതുപോലെ ഗ്രേ കളറിൽ കിഴക്കൻ ഹിമാലയം കാണിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മധ്യ ഹിമാലയം. അതുപോലെ മധ്യ ഹിമാലയത്തിൻ്റെ കിഴക്കായിട്ട് എന്താണ്? കിഴക്കൻ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം. ഇങ്ങനെയാണ്.
ഹിമാലയത്തിൻ്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളും ചുവടെ കൊടുത്തിട്ടുണ്ട്, ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സിന്ധു കാളി ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നത് പടിഞ്ഞാറൻ ഹിമാലയമാണ്. സിന്ധുവിനും കാളിക്കും ഇടയിൽ കാണുന്ന പർവ്വതമേഖല ഏതാണ്? ഹിമാലയ മേഖല പടിഞ്ഞാറൻ ഹിമാലയമാണ്. ഇനി കാളിക്കും തീസ്തയ്ക്കും ഇടയിൽ കാണുന്നത് മധ്യ ഹിമാലയവും തീസ്തയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിൽ കാണുന്നത് കിഴക്കൻ ഹിമാലയവുമാണ്. അപ്പോൾ സിന്ധു, കാളി, തീസ്ത, ബ്രഹ്മപുത്ര ഇത്രയും നദികളുടെ ഇടയിലൊക്കെയായിട്ടാണ് എന്ത് പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും ഉള്ളത്. അപ്പോൾ അത് മാപ്പിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. ഇനി ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായിട്ട് തരംതിരിക്കാം. മാപ്പിൽ പച്ച കളർ കൊടുത്തിട്ടുള്ളതാണ് പറയുന്നത്. അപ്പം ആദ്യം പറയുന്നത് കാശ്മീർ ഹിമാലയമാണ്. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. കാശ്മീർ ഹിമാലയത്തിന് 700 കിലോമീറ്റർ നീളമാണുള്ളത്, അതുപോലെ വീതി 500 കിലോമീറ്ററാണ്. വിസ്തൃതി പറഞ്ഞിട്ടുണ്ട് 3.5 ലക്ഷമാണ്. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ബാക്കി പറയുന്നതിന് മുന്നേ നമ്മൾ പഴയ SCERT നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലാസ് കിടപ്പുണ്ട്, പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ന്യൂ SCERT പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. വളരെ ഡീറ്റെയിൽഡായിട്ടാണ് പാഠഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ന്യൂ SCERT പുസ്തകം നോക്കേണ്ടതുണ്ട്. കാരണം ഇനി വരുന്ന പരീക്ഷകളിൽ ഇതിനകത്ത് നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ കാരക്കോരം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് നിരയിലാണ്, ഏത് പർവ്വതനിരയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരക്കോരം നിരയിലാണ്. അപ്പം ഇത് കാണപ്പെടുന്നതും കാശ്മീർ ഹിമാലയത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇതിൻ്റെ ഉയരം കൊടുത്തിട്ടുണ്ട്. മൗണ്ട് കെ2ൻ്റെ ഉയരം 8611 മീറ്ററാണ്. 8611 മീറ്ററാണ്. സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. കാശ്മീർ ഹിമാലയത്തെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിനും ബോൾട്ടോരോയും. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള രവി, ജലം, ചിനാബ്. സിന്ധു നദിയുടെ പോഷക നദികളാണ് രവി, ജലം, ചിനാബ്. തുടങ്ങിയവയിലെല്ലാം വർഷം മുഴുവൻ സമൃദ്ധമായുള്ള നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. അപ്പം ഈ ഹിമാനികൾ ഉള്ളത് കൊണ്ടാണ് വർഷം മുഴുവൻ ഇത് വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രവിയും ജലവും ചിനാബും സിന്ധു നദിയുമൊക്കെ. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. അപ്പോൾ ഈ പർവ്വതങ്ങളിലൂടെയൊക്കെ ചുരങ്ങളുണ്ട്. അപ്പോൾ ഈ ചുരങ്ങൾ വഴിയാണ് ഗതാഗതം സാധ്യമാകുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. അതിന് മുന്നേ നമുക്ക് സിയാച്ചിൻ ഹിമാനിയെ പറ്റി നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയാണ്. പീർ പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ജമ്മു പ്രദേശത്തെയും കാശ്മീർ താഴ്വരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൽ ചുരമാണ്. അപ്പോൾ ബനിഹാൽ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മുവിനെയും കാശ്മീരിനെയുമാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം. എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഇത്. അപ്പം ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത് ഇങ്ങനെയും ചോദിക്കാം. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബനിഹാൽ ചുരമാണ്. ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും
അവിടെ കൊടുത്തിട്ടുണ്ട് ശിഖാര തോണികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ തോണികളിലെ വിപണികളാണ് കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇവിടെയുള്ള പുൽമേടുകളാണ് മർഗുകൾ. പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിലാണ് ഇത് രൂപപ്പെടുന്നത്. ഈ പുൽമേടുകളെ വിളിക്കുന്നത് മർഗുകൾ എന്നാണ്. ശൈത്യകാലമാകുമ്പോഴേക്കും ഈ മർഗുകളൊക്കെ മഞ്ഞുകൊണ്ട് മൂടപ്പെടും. സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്ക് വേണ്ടി ആ സമയങ്ങളിൽ, ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെട്ട മർഗുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? മർഗുകൾക്ക് ഉദാഹരണമാണ് സോൻമർഗ്, ഗുൽമർഗ് ഒക്കെ. കാശ്മീർ ഹിമാലയത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഹിമാചൽ ഹിമാലയമാണ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഭാഗമാണ്. അതുപോലെ ഇവിടുത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. ചിനാബ്, രവി, ബിയാസ് ഒക്കെ ഹിമാചൽ ഹിമാലയത്തെ പ്രധാന നദികളാണ്. ഈ പ്രദേശത്ത് പർവ്വതനിരകളുണ്ട്. ധൗളാധർ, പീർ പഞ്ചൽ ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ധൗളാധർ, പീർ പഞ്ചൽ ഒക്കെ ഈ പ്രദേശത്ത് കാണുന്ന പർവ്വതനിരകളാണ്. പർവ്വതഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാല്, സൂരത്താല് ഒക്കെ ഇതിൽ ചിലതാണ്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങളിൽ ചിലതാണ് ചന്ദ്രതാല്, സൂരത്താല്, പർവ്വതനിരകൾ ധൗളാധർ, പീർ പഞ്ചൽ. ഇനി ഇവിടെ കാണുന്ന ചുരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് ചുരങ്ങൾ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ല ചുരമാണ്. ബാരാലാച്ല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയുമാണ്. ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ല ചുരം. എന്ന് കേൾക്കുമ്പോൾ ബാരാലാച്ല എവിടത്തെയാണ്? ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. എന്തിനെയാണ്? ഹിമാചൽ പ്രദേശിനെ. ഇനി കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് രോഹ്താങ് ചുരം. രോഹ്താങ് ചുരം ഏതൊക്കെ തമ്മിലാണ്? കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് രോഹ്താങ് ചുരം. അപ്പം ഇതിൻ്റെയൊക്കെ ചന്ദ്രതാൽ തടാകത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ രോഹ്താങ് ചുരത്തിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ചുരങ്ങൾ ഓർത്തിരിക്കുക. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ല ചുരം. അതുപോലെ രോഹ്താങ് ചുരം ഏതൊക്കെ താഴ്വര തമ്മിലാണ്? കുളു താഴ്വരയും ലാഹുൽ, സ്പിതി എന്നീ താഴ്വരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായിട്ടുള്ള താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന എവിടെയാണ്? ഹിമാചൽ ഹിമാലയത്തിലാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചൂട് നീരുറവുകൾ കാണപ്പെടുന്നുമുണ്ട്. അപ്പോൾ കുളു താഴ്വര ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചൂട് നീരുറവകൾ എങ്ങനെയാണ് ഇവിടെ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം മഴ പെയ്യുമ്പോഴെന്താണ്? മഴവെള്ളം ഭൂമിയിലോട്ടാണ് വീഴുക. ഇത് എവിടേക്ക് പോകും? ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകും. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ, പർവ്വത രൂപീകരണമൊക്കെ സജീവമായിട്ടുള്ള ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കും. ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യും. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. അപ്പം ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ചൂട് നീരുറവകൾക്ക് ഉദാഹരണങ്ങളാണ് നൂബ്ര താഴ്വര, മണികരൺ, കീർഗംഗ ഒക്കെ. അപ്പം ചൂട് നീരുറവകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നൂബ്ര താഴ്വര, മണികരൺ, കീർഗംഗ. ഈ ചൂട് നീരുറവകളിൽ നിന്നും ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. PSC ചോദിച്ചിട്ടുണ്ട്. മണികരൺ ജിയോ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പം ഉത്തരാഖണ്ഡ് ഹിമാലയം എവിടെ മുതൽ എവിടെ വരെയാണുള്ളത്?
സത്ലജ് നദി മുതൽ കാളി നദി വരെയാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ളതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നുമാണ് അറിയപ്പെടുന്നത്. നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പേരുകളാണല്ലേ. നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് ഇതൊക്കെ എന്താണ്? ഉയരമേറിയ കൊടുമുടികളാണ്. ഇതൊക്കെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൾ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലായിട്ട് ഉണ്ട്. ലെസർ ഹിമാലയത്തിനും ശിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായിട്ടുള്ള താഴ്വരകളെയാണ് ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട് എന്താണ്? ലെസർ ഹിമാലയം അതുപോലെ ശിവാലിക് മലനിരകൾ ഇതിന് ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന താഴ്വരകളാണ് എന്ത്? ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. അപ്പം അതുപോലൊരു ഡ്യൂൺ ആണെന്ത്? ഡെറാഡൂൺ എന്ന് പറയുന്ന സ്ഥലം. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളുണ്ട്. അതിനെ ബുഗ്യാൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഉത്തരാഖണ്ഡ് പർവ്വത മേഖലയാണ് പറയുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ കാണുന്ന പുൽമേടുകളെ വിളിക്കുന്ന പേരാണ് ബുഗ്യാൽ. നമ്മൾ മർഗുകൾ പഠിച്ചിരുന്നു. എവിടെയായിരുന്നു മർഗുകൾ? കാശ്മീർ ഹിമാലയത്തിലായിരുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്നതാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെയുള്ള 2 ബുഗ്യാലാണ് ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും. ഇനി ബുഗ്യാലും ആട്ടിടയന്മാരും നമുക്ക് നോക്കാം. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നത്. ഗഡ്വാൾ ബുഗ്യാലിനെ പറ്റിയാണ് പറയുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞ് മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതപ്പ് പുൽമേടുകളായിട്ട് മാറും. ഇത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഗഡ്വാൾ ബുഗ്യാൽ കാണിച്ചിട്ടുണ്ട്. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായിട്ട് ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കും. പിന്നീട് മഞ്ഞുകാലം ആരംഭിക്കുന്നതോടെ ഇവർ മലയിറങ്ങി താഴ്വാരങ്ങളിൽ വസിക്കും. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് വിളിക്കുക. നമ്മൾ കാശ്മീർ ഹിമാലയത്തെ പറ്റി പറഞ്ഞു, ഹിമാചൽ ഹിമാലയത്തെ പറ്റിയും ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റിയും പറഞ്ഞു. ഇനി പറയുന്നത് മധ്യ ഹിമാലയത്തെ പറ്റിയാണ്. കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നമ്മൾ പറഞ്ഞിരുന്നു സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ളതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞു. ഇനി മധ്യ ഹിമാലയം എന്താണ്? കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തെ നേപ്പാൾ ഹിമാലയം എന്നും വിളിക്കും. അപ്പോൾ ഇതിൻ്റെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരം ഒക്കെ ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാഞ്ചൻജംഗ പർവ്വതം, മൗണ്ട് എവറസ്റ്റ്, അതുപോലെ നാഥുല ചുരം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിലാണ്. നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഓർക്കുക. കുതിച്ചൊഴുകുന്ന തീസ്ത നദിയും അതിൻ്റെ നദീതീരക്കെട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിരുന്നു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തെ പറ്റിയാണ് പറയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച്
ഉയരം കുറഞ്ഞ മലനിരകളായിട്ടുള്ള കിഴക്കൻ ഹിമാലയം തീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. അപ്പം പടിഞ്ഞാറുള്ള ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. തീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. തീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നതാണ് കിഴക്കൻ ഹിമാലയം. അസം ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയത്തെ അറിയപ്പെടുന്നു. അപ്പം ഇവിടെ കാണപ്പെടുന്ന കൊടുമുടിയാണ് നംച ബർവ. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 7756 മീറ്ററാണ്. നംച ബർവ പർവ്വതം കൊടുമുടി കാണപ്പെടുന്നത് കൊടുമുടി കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? അസം ഹിമാലയത്തിലാണ്. അസം ഹിമാലയത്തെ കിഴക്കൻ ഹിമാലയം എന്നും പറയും. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. ഇതുവഴിയുള്ള പ്രധാന നദികളാണ്, ഈ മേഖലയിലുള്ള പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി ഒക്കെ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ഏതൊക്കെ? ലോഹിതും സുബൻസിരിയൊക്കെ ഓർത്തിരിക്കുക. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബോണ്ടില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ ഇവിടെയുള്ള ചുരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഓർത്തിരിക്കുക. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോണ്ടില ചുരം. അരുണാചൽ പ്രദേശിനെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബോണ്ടില ചുരം. അതുപോലെ തന്നെ മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. ഇനി നമ്മൾ പൂർവാചൽ കുന്നുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം എങ്ങനെയാണ്? വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഹിമാലയ പർവ്വതത്തെ ഉയരം കുറഞ്ഞ കുന്നുകളായിട്ട് അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ കാണപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളെയാണ് പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ കിടക്കുന്ന ചെറിയ കുന്നുകളെയാണ്, ഉയരം കുറഞ്ഞ കുന്നുകളെയാണ് പൂർവാചൽ കുന്നുകൾക്ക് ഉദാഹരണങ്ങളാണ് പാട്കായ് ബൂമ്, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകളും ഒക്കെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറം ഈ പ്രദേശങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. അടുത്തതായിട്ട് ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന കേബിൾ ലംജാവെ പറ്റിയാണ് പഠിക്കുന്നത്. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് വിളിക്കുന്നു. ഇത് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് അടുത്തിടെ PSC ചോദിച്ചിരുന്നു. മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് ലേക്ക്. അപ്പോൾ ഈ ലോക്താക് ലേക്കിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെ നമ്മൾ പുംഡി എന്നാണ് വിളിക്കുക. അപ്പം ലോക്താക് തടാകത്തിൽ പുംഡികൾ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായിട്ടുള്ള ലോക്താക് തടാകത്തിലെ പുംഡികൾ ചേർന്നതാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം. ഈ പുംഡികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം ഉണ്ടായിട്ടുള്ളത്. തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ഇടം കൂടിയാണ് കേബിൾ ലംജാവോ. അടുത്തതായിട്ട് ഇന്ത്യയുടെ കാലാവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയുടെ വടക്കൻ അതിരായിട്ടുള്ള ഹിമാലയ പർവ്വതം തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നുണ്ട്. അപ്പം എവിടെ മുതൽ എവിടെ വരെയാണ്? വടക്കൻ അതിര് നമുക്കറിയാം ഹിമാലയ പർവ്വതമാണ്. ഇന്ത്യയുടെ വടക്കൻ അതിരാണ് ഹിമാലയ പർവ്വതം. തുടർ പർവ്വതങ്ങൾ, ഹിമാലയ പർവ്വതത്തിൻ്റെ തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നുണ്ട്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിൽ ശിവാലിക് മല അടിവാരങ്ങളിൽ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങൾ അവിടെയെല്ലാം കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലേക്ക് പോകുന്തോറും എന്താണ് ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഇനി മഴയുടെ ലഭ്യത പറയാം. ശിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കും.
പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞ് വീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാച്ചൽ കുന്നുകൾക്കുമിടയിലെത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയും. അപ്പോൾ അങ്ങനെ എന്താണ്, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കും. മേഘാലയയിൽ അങ്ങനെയാണ് ഉയർന്ന തോതിൽ മഴ ലഭിക്കുക. ഇനി നദീവ്യവസ്ഥ എങ്ങനെയാണ് എന്ന് നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികൾ, അതുപോലെ അവരുടെ പോഷക നദികൾ ചേർന്നിട്ടാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നത് കൊണ്ട് ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. അപ്പോൾ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ്? വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് ഹിമാലയൻ നദികൾ. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പം നദികൾ സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളാണ് വീരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ ഒക്കെ. ഇനിയും വീരൂപ താഴ്വര എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടും. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് വീരൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. ഇനി നദി സൃഷ്ടിക്കുന്ന മറ്റൊരു ഭൂരൂപമാണ് വെള്ളച്ചാട്ടം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതിനെയാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനായിട്ടുള്ള കാരണം. ഹിമാലയൻ നദികളെയും അതുപോലെ അതിൻ്റെ പോഷക നദികളെയും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹിമാലയൻ നദികളെ കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? സിന്ധു നദി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ചലം നദി, ചെനാബ് നദി, രവി നദി, സത്ലജ് നദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഗംഗാ നദി, ബ്രഹ്മപുത്ര നദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചിട്ടുള്ള എന്താണ്? ഉപദ്വീപീയ നദികൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസ് ഹിമാലയം, ചുവന്ന വരകൾ കൊണ്ട് ട്രാൻസ് ഹിമാലയം, അതിൽ പർവ്വതങ്ങളെ കാണിച്ചിട്ടുണ്ട്. കാരക്കോരം, ലഡാക്ക്, സസ്കർ ഒക്കെ. പിന്നീട് ഹിമാലയത്തിലുള്ളത് കാണിച്ചിട്ടുണ്ട്. മാപ്പ് നോക്കി മനസ്സിലാക്കുക. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊക്കർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു നദി. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബൊക്കർച്ചു ഹിമാനിയിൽ നിന്നാണ്. അതുപോലെ ഇതിൻ്റെ പോഷക നദികളെ നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും. അപ്പം വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹമാണ് ഇത്. സിന്ധു നദി, അതുപോലെ സിന്ധു നദിയുടെ പോഷക നദികളും. ഇനി നോക്കുന്നത് ഗംഗയെ പറ്റിയാണ്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗംഗാ നദി. അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി ഒക്കെയാണ്. ഈ നദികളൊക്കെ ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികളാണ്. ഇനി മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ദിബാങ്, ലോഹിത്, മാനസ മുതലായവയാണ്. കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹമാണ് ഇത്. ഇനി നമ്മൾ നോക്കുന്നത് മണ്ണിനെ പറ്റിയാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായിട്ട് പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുക. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായിട്ടുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിലാകട്ടെ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുക. കാശ്മീർ താഴ്വരയിലെ ഹിമാനികളിൽ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെ നമ്മൾ കരേവാസ് എന്നാണ് വിളിക്കുക. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണ്? പ്രധാനമായിട്ടും കുങ്കുമ കൃഷിക്കാണ് ഉപയോഗിക്കുക. കരേവാസ് ഉപയോഗിക്കുന്നത് കുങ്കുമ കൃഷിക്കാണ്. ഇനി നോക്കുന്നത് സസ്യജാലങ്ങളെ പറ്റിയാണ്. ഉയരം, അതുപോലെ ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ഈ ഘടകങ്ങളിലെ വ്യത്യാസം അനുസരിച്ച് ഹിമാലയൻ നിരകളിലുള്ള സസ്യജാലങ്ങളിലും പ്രാദേശിക വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. കിഴക്കൻ ഹിമാലയത്തിൽ, അതുപോലെ വടക്ക് കിഴക്കൻ കുന്നുകളിൽ, കിഴക്കുള്ള ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലുമൊക്കെയായിട്ട് ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് 200 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ടാണ് ലഭിക്കുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. കിഴക്കൻ മേഖലയിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കാണപ്പെടുക. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതുകൊണ്ട് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായിട്ടുള്ള മാറ്റം ദൃശ്യമാകുന്നുണ്ട്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായിട്ടുള്ള തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാനായിട്ട് സാധിക്കും. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നുണ്ട്. താഴ്വരകളിൽ ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലൊക്കെ അർദ്ധനിത്യഹരിത വനങ്ങളാണ് കാണപ്പെടുന്നത്. അതുപോലെ ഇലപൊഴിയും വനങ്ങളും കാണപ്പെടും. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്രമിതോഷ്ണ വനങ്ങൾ കാണാം. ഉയരമനുസരിച്ചാണ് പൈൻ, ദേവദാര തുടങ്ങിയ സ്തൂപിക വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിലായിട്ട് കൂടുതലായിട്ടും വളരുന്നു. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹിമാലയത്തിൽ കാണപ്പെടുന്ന സ്തൂപിക വനമാണ് കാണിച്ചിട്ടുള്ളത്. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായിട്ടുള്ള ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. ഇനി ഇവിടുത്തെ വന്യജീവി സമ്പത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്ന മൃഗങ്ങൾ യാക്ക്, കസ്തൂരിമാന്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയവയാണ്. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രധാന ദേശീയോദ്യാനങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലുമുള്ള പ്രധാന ദേശീയോദ്യാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഡെച്ചിങ്ങാം ദേശീയോദ്യാനം PS ചോദിച്ചിട്ടുണ്ട്. എവിടാണ്? ജമ്മു കാശ്മീരിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഹെമിസ് എവിടാണ്? ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്. കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിലാണെങ്കിൽ കാഞ്ചൻജംഗ സിക്കിമിലായിട്ടുണ്ട്. അതുപോലെ ദിബ്രു സൈഖോവ അസമിലുണ്ട്. കാസിരംഗ അസമിൽ, മാനസ് അസമിലാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ, അത് മണിപ്പൂരിലാണ്. ഇനി കൃഷിയെപ്പറ്റിയാണ് പറയുന്നത്. ഭൂപരമായിട്ടുള്ള പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെകുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രതികൂല ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നുണ്ട്. പർവ്വതച്ചരിവുകൾ തട്ടുകളായിട്ട് തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്ത്, ഗോതമ്പ്, മിതോഷ്ണ പയർവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം മഴക്കാലത്ത് നെല്ലും പയറുവർഗ്ഗങ്ങളും ഉരുളക്കിഴങ്ങുമാണ് കൃഷി ചെയ്യുക. അതുപോലെ വസന്തകാലത്താണ് ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത്. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിലൊക്കെ തേയില കൃഷിയുണ്ട്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ്. നമ്മൾ അവിടെ അരുണാചൽ പ്രദേശിലെ കൃഷി രീതി ചോദിക്കുന്നുണ്ട്. അതുപോലെ മണിപ്പൂരിലെ ഇടയ്ക്ക് ചോദിച്ചിരുന്നു നവോമി എവിടുത്തെ കൃഷി രീതിയാണെന്ന്. മണിപ്പൂരിലെയാണ്. ഇനി മൃഗപരിപാലനമാണ് പറയുന്നത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിൻ്റെ ഉയരക്രമത്തിനനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വാരങ്ങളിലെ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും അതുപോലെ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലെ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായിട്ടുള്ള ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയുമാണ് വളർത്തുക. അപ്പം യാക്കിനെയൊക്കെ വളർത്തുന്നത് ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിലാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഗുജ്ജർ എന്ന്. അപ്പോൾ ഗുജ്ജർ എവിടുത്തെ ഇടയ ജനവിഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ ഹിമാലയത്തിലെയാണ്. ഇവിടുത്തെ ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതുകൊണ്ട് തന്നെ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള മേഖലയാണ്.
കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികളെ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ. 1953 മെയ് 29 എന്താണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ആരൊക്കെയാണ്? ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലരിയും. അപ്പം എവറസ്റ്റ് കൊടുമുടി ആദ്യമായിട്ട് കീഴടക്കിയത് ആരാണ്? ആരൊക്കെ ചേർന്നാണ്? ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലറിയും ചേർന്നാണ്. അപ്പോൾ അതെന്നാണ്? 1953 മെയ് 29 അതിനുശേഷമാണ് ടൂറിസം വികസനത്തിൻ്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ടെൻസിംഗ് നോർഗയാണ്. അപ്പോൾ ടെൻസിംഗ് നോർഗയുടെ വാക്കുകളാണ് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.